അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം. തറാവിയഹ് മഹത്വം 28. സ്വർഗത്തിൽ അവൻ്റെ ദറജ ഉയർത്തും. പരിശുദ്ധമായ റമദാനിലെ 28ാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന മഹത്വമാണ്. സ്വർഗത്തിൽ അവൻ്റെ ദറജ, പദവി അള്ളാഹു ഉയർത്തും. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത്. ഇബ്ലീസിൻ്റെ ചതിയിൽപ്പെട്ടുകൊണ്ടാണ് തറവാടാകുന്ന സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന് പുറത്തേക്ക് പോരേണ്ടി വന്നത്. പോരുന്ന സമയത്ത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, സുഹൃതങ്ങളൊക്കെ ചെയ്ത് എൻ്റെ തൃപ്തി കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് ഈ തറവാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പരിശുദ്ധ റമദാനിൽ സുഹൃതങ്ങളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന തറാവിഹ് നിസ്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു തആല ആ സ്വർഗത്തിൽ ഓരോരുത്തർക്കും നൽകുന്ന പദവിയുണ്ട്. ആ പദവി അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കും. ആ സ്വർഗം ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന വീടാണ്. വളരെ ഉയർന്ന നിലയിലുള്ള മണിമാളികകളും വാഹന സൗകര്യങ്ങളും മെത്തകളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എല്ലാം സ്വർഗത്തിൽ ലഭിക്കും. ഒരുപാട് മണിമാളികകൾ പല വിധത്തിലും അള്ളാഹു തആല സ്വർഗത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓരോ അമലുകൾക്കനുസരിച്ച് അള്ളാഹു തആല സ്വർഗത്തിൽ അവന് വേണ്ട വിഭവങ്ങളും അവന് വേണ്ട സൗകര്യങ്ങളും അള്ളാഹു തആല ഒരുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാനിലെ 28ാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ ദറജ ഉയർത്തിക്കൊടുക്കും. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും അള്ളാഹു തആല സൗകര്യം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും അള്ളാഹു തആല മുത്തഖീങ്ങളുടെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി അവരെയും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.